2023-24 അധ്യയന വർഷത്തിലെ വിശ്വാസ പരിശീലന ദിനമായി നാം ഇന്ന് ആചരിക്കുകയാണല്ലോ. പുത്തൂർ വയൽ സെൻറ് പോൾസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ മതബോധന വിദ്യാർത്ഥികളുടെ സൺഡേ സ്കൂൾ ദിനാചരണം 8:15 പ്രഭാത പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ശേഷം കുട്ടികളുടെ കാഴ്ച സമർപ്പണവും വിശുദ്ധ ബലിയും കലാകുരുന്നുകളുടെ സാഹിത്യ അഭിരുചികളുടെ മാറ്റൊരുക്കലും അവസാനമായി കുഞ്ഞുങ്ങളുടെ രോഗീ സന്ദർശനവും ഇതാ അവതരിപ്പിക്കുന്നു MCCL പുത്തൂർ വയൽ. Gracias.
ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ എൻ വഴിത്താരയിൽ വീകുമ്പോഴിവേനയിൽ എന്നും സ്നേഹത്തിൽ തണലിൽ അണയുന്നവൻ എന്റെ സഹനങ്ങളിൽ കൊള്ളും തീച്ചോളയിൽ എന്നും തെളിനീരു നൽകുന്നവൻ അവൻ മകനായവൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ അവൻ മകനായവൻ എൻ വഴിയായവൻ എന്നെ താഴാതെ താങ്ങുമെന്നീശോ ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ വിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എന്നെ നീരുമാറിയാനടക്കുന്നവൻ ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ
വാർദ്ധക്യത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സുഭാഷിതങ്ങൾ 22:6. ബഹുമാനപ്പെട്ട അച്ഛ, സിസ്റ്റർ, ഹെഡ്മാസ്റ്റർ, ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് ഇവിടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസ പരിശീലനം എന്റെ ജീവിതത്തിൽ എന്നുള്ളതാണ്. ക്രിസ്തു ഭാവത്തിലേക്ക് ഓരോ കുട്ടിയെയും കൊണ്ടുവരിക എന്നുള്ളതാണ് വിശ്വാസ പരിശീലനത്തിന്റെ എന്റെ ഉള്ളിൽ നീ വരാൻ കാത്തിരിപ്പൂ ഞാൻ, ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എന്റെ ഉള്ളിൽ നീ വരാൻ കാത്തിരിപ്പൂ ഞാൻ, ആത്മാനാഥായി നിൻ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകൃത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. കൽവരിക്കും നിന്മേൽ എൻ പേർക്കായി ചിന്തി, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പാടി. കൽവരിക്കും നിന്മേൽ എൻ പേർക്കായി ചിന്തി, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പാടി. ദൈവവുമായുള്ള ആഴത്തിലുള്ള വ്യക്തിബന്ധമാണ് വേദപഠനത്തിന്റെ അടിസ്ഥാനം. വെളിപാടിന്റെ രഹസ്യം ലോകാവസാനം വരെ പ്രഖ്യാപിക്കുക എന്ന സഭയുടെ അടിസ്ഥാനപരമായ ദൗത്യത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഓരോ കുഞ്ഞുങ്ങളെയും വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നത്. സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കി അവരെ പരിശുദ്ധ തൃത്വത്തോട് സംസർഗത്തിലാക്കുക എന്നതാണ് വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യം. അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്ന നിമിഷം മുതൽ അവന്റെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നു. നല്ല നിലത്തിലുള്ള വിത്ത് 100 മേനി ഫലം ഉത്പാദിപ്പിക്കുന്നു. അവൻ ജനിച്ചിരുന്ന അന്തരീക്ഷമാണ് അവന്റെ ആദ്യത്തെ മതബോധന കളരി. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളാണ് അവനെ നന്മയിലേക്കോ തിന്മയിലേക്കോ നയിക്കുന്നത്. അമ്മയിൽ നിന്നും ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയ അവൻ പഠനകളരികളിൽ എത്തുമ്പോൾ അവന്റെ അറിവിനെ പ്രഘോഷിക്കാൻ തുടങ്ങുന്നു. അവൻ പ്രാപ്തനാകുന്നു. ബോധനത്തിലൂടെ ലഭിക്കുന്ന ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സുഭാഷിതങ്ങൾ 22:6. ബഹുമാനപ്പെട്ട അച്ഛ, സിസ്റ്റർ, അധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസ പരിശീലനം എന്റെ ജീവിതത്തിൽ എന്നുള്ളതാണ്. വിശ്വാസ പരിശീലനത്തിന്റെ ആവശ്യകത എന്താണ്? എവിടെയാണ് ബന്ധങ്ങളുടെ കണ്ണിൽ അറ്റുപോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് സ്നേഹവും കരുണയും കുറഞ്ഞു പോകുന്നത്? എന്നിങ്ങനെയുള്ള അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടിയും കണ്ടുപിടിക്കേണ്ടിയുമായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്രിസ്തു ഭാവത്തിലേക്ക് ഓരോ കുട്ടിയെയും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസ പരിശീലനം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വാസികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് വിശ്വാസ പരിശീലനം കൊണ്ടാണെങ്കിൽ കാലത്തിന്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് വിശ്വാസികളെ രൂപപ്പെടുത്തി ക്രിസ്തുവിന്റെ പ്രേക്ഷകരാക്കി മാറ്റുക എന്നുള്ളതാണ് വിശ്വാസ പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം.
എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാണ്, എന്റെ നിക്ഷേപം നീ തന്നെയാണ്, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാണ്. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. അബ്രഹാം, അബ്രഹാം, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നെനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ വഴി കാണിച്ചില്ലല്ലോ. കാരുണ്യത്തിൻ കൈപിടിച്ച് സ്വന്തം ജനത്തെ മരുഭൂമിയിലൂടെ എങ്ങും അവൻ നയിച്ചു. കാരുണ്യത്തിൻ കൈപിടിച്ച് സ്വന്തം ജനത്തെ മരുഭൂമിയിലൂടെ എങ്ങും അവൻ നയിച്ചു. അബ്രഹാത്തിൻ ദൈവമാണ് എന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എന്റെ ഇടയൻ, യാക്കോബ് ഉണ്ട് ഉണ്ട്, എല്ലാവരും ഉണ്ട്, കാലും ഉടലൊക്കെ ഉണ്ട്. വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് നാം ഏവരും കൂടുതൽ ബോധവാന്മാരും ബോധവതികളും ആവുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് കാര്യക്ഷമമായി ചിന്തിക്കുക എന്നുള്ളത്. കർത്താവിന്റെ അധ്യാപനം സഭയിൽ ഇന്നും തുടർന്നുകൊണ്ടാണിരിക്കുന്നത്. പരിശുദ്ധ സഭയിൽ സാർവത്രിക സഭയുടെ അധ്യക്ഷനായ പരിശുദ്ധ മാർപ്പാപ്പ ലോകം മുഴുവനും വേണ്ടി പ്രബോധനങ്ങൾ നിരന്തരം